ഈ ഒരു ഡെന്റൽ ഹെൽത്തിൽ കോമൺലി നമുക്കുള്ള കുറച്ചൊരു മിത്തുകളുണ്ട്, കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കോമൺലി വരുന്നത്. കുറച്ച് തെറ്റിദ്ധാരണകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെ ഒന്ന് പറഞ്ഞു പറ്റുമോ? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അങ്ങ് താഴെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടായതിന് ശേഷം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കുട്ടിയുടെ വായിൽ ആദ്യത്തെ പല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ആ പല്ലുകൾ വന്നതിന് ശേഷം നമ്മൾ കുട്ടികളെ സാധാരണ രീതിയിൽ ബ്രഷ് ചെയ്യിപ്പിക്കാറില്ല. അവരുടെ പാൽപ്പല്ലാണ്, ബലമില്ലാത്തതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാറില്ല. പല പേരൻസും അത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കിഡ്സ് ആയിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ബ്രഷിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 6 മാസം കഴിഞ്ഞിട്ട് പാൽപ്പല്ല് തുടങ്ങുന്നത് മുതൽ നമ്മൾ പയ്യെ ബ്രഷ് ചെയ്ത് തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഡയറ്റ് കഴിക്കുന്നത്. കാരണം മിൽക്കാണ് അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ടൈമിലും മിക്ക ടൈമിലും അവർ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള മിൽക്ക് കഴിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും ബ്രഷ് ചെയ്യേണ്ടത് അവിടെ നിന്ന് തുടങ്ങണം. ശരിക്കും കോമൺലി ഇപ്പോൾ ആ സമയങ്ങളിൽ അവരാരും യൂസ് ചെയ്യലില്ല. ഇല്ലില്ല, അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മിക്ക പേരൻസ് അത് ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യുന്ന ചെറിയ ബ്രഷസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇപ്പം എല്ലാം പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ടൂത്ത് ബ്രഷ് നമ്മുടെയാണ്, അഡൽസിൻ്റെ ആണ് കേട്ടോ. ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നല്ല ബലത്തിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളി പോകും, വെളുക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ, വലിയൊരു തെറ്റിദ്ധാരണ. അത് എല്ലാ മജോറിറ്റി ഓഫ് പീപ്പിൾസിൽ അത് കാണാൻ പറ്റും. ശരിക്കും ബലത്തിൽ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കില്ല, പല്ല് മഞ്ഞച്ചു പോകും. അതായത് യെല്ലോയിഷ് കളർ ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ ലെയറാണ് പല്ലിന് വൈറ്റ് കണ്ടന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കളർ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, അതിൻ്റെ കളർ ശരിക്കും യെല്ലോയിഷ്. അപ്പോൾ ഈ വൈറ്റ് ലെയർ അങ്ങ് ഇനാമൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന യെല്ലോയിഷ് ലെയറെ കാണുള്ളൂ. അതെ, പല്ലിന്റെ പയ്യെ സെൻസിറ്റിവിറ്റി ഒക്കെ വന്നു തുടങ്ങും. ഹാർഡ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡിയാണ്. പക്ഷെ നമ്മൾ ബ്രഷിങ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ചെറുപ്പം മുതലേ ഇത്രയും വർഷക്കാലം തേച്ചുകൊണ്ട് വരികയല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അത്രയും ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇനാമലിൽ ചെറിയ തീരുമാനം വരും. അപ്പോൾ അങ്ങനെ അത് തേഞ്ഞു പോയി ശരിക്കും യെല്ലോയിഷ്, മൈൽഡ് യെല്ലോയിഷ് ആണ് നമ്മുടെ കളർ. പെർഫെക്റ്റ് വൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന് അർത്ഥം നമ്മുടെ പല്ല എന്തെങ്കിലും അല്ല ഫ്ലൂറോസിസ് പോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. മൈൽഡ് യെല്ലോയിഷ് ആണ് എല്ലാവരും.